ഈ ഒരു ഫോട്ടോ ഒറ്റ ക്ലിക്കിൽ ഇതുപോലെ ആക്കി തന്നത് ഫോട്ടോഷോപ്പിലെ AI ആണ്. 2026 ഫോട്ടോഷോപ്പിൽ ഒരുപാട് AI ഫീച്ചേഴ്സ് ഉണ്ട്. AI ഫീച്ചർ ഉപയോഗിച്ച് നമുക്കൊരു ഫോട്ടോ ഗ്രേഡ് ചെയ്യാൻ പറ്റും. വളരെ സിമ്പിളായിട്ട് പറ്റും. എങ്ങനെയാണെന്ന് നോക്കാം. കളർ ഗ്രേഡ് ചെയ്യേണ്ട ഫോട്ടോ ഫോട്ടോഷോപ്പിൽ വലിച്ചിട്ട ശേഷം നിങ്ങൾ ടൂൾ സെക്ഷനിൽ പോയി റെക്ടാങ്കുലർ മാർക്ക് ടൂൾ സെലക്ട് ചെയ്തിട്ട് ഈ ഫോട്ടോയുടെ പുറത്തു നിന്നും ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് താഴോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ മൊത്തത്തിൽ ഒന്ന് സെലക്ട് ആവും. അതിനുശേഷം ഈ ഫോട്ടോയിൽ എവിടെയെങ്കിലും ഒന്ന് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ താഴെയായിട്ട് ഈ കണ്ടന്റ് അവെയർ ഫില്ലിൻ്റെ തൊട്ട് താഴെ ജനറേറ്റീവ് ഫിൽ എന്ന് കാണാം. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു പ്രോംപ്റ്റ് ടൈപ്പ് ചെയ്യാനുള്ള ഒരു സെക്ഷൻ വരും. അവിടെ നിങ്ങൾ ഈ ഒരു പ്രോംപ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. ഇതിൽ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ പ്രോംപ്റ്റിൻ്റെ ഏറ്റവും മുകളിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാം ഓറഞ്ച് ആൻഡ് ടീൽ കളർ ഗ്രേഡ് എന്ന് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കളർ ഗ്രേഡ് ഏത് തീമിലാണോ വേണ്ടത് അതുപോലെ റീപ്ലേസ് ചെയ്ത് കൊടുത്തിട്ട് വേണം നിങ്ങൾ ഈ പ്രോംപ്റ്റ് ഇവിടെ കൊടുക്കാനായിട്ട്. ഞാനിവിടെ ഓറഞ്ച് ആൻഡ് ടീൽ കളറിലൊരു ഗ്രേഡാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി ആ ബോക്സിൽ തന്നെ ഇവിടെ താഴെയായിട്ട് കുറച്ച് മോഡലുകൾ കൊടുത്തിട്ടുണ്ട്. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ അഡോബിൻ്റെ മോഡലുണ്ട്, അതുപോലെ തന്നെ അവിടെ പാർട്ട്ണർ മോഡൽസ് ഉണ്ട്. അപ്പം നമുക്ക് വേണ്ടത് ഈ പാർട്ട്ണർ മോഡൽസ് ആണ്. അതിൽ Flex.2 Pro എന്നുള്ള ഈ ഒരു AI ഫീച്ചർ ഒന്ന് സെലക്ട് ചെയ്തു. എന്നിട്ട് ജനറേറ്റ് എന്നുള്ള ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമ്മൾ കൊടുത്ത പ്രോംപ്റ്റ് വെച്ചിട്ട് ഇങ്ങനെയാണ് വന്നത്. നിങ്ങൾക്ക് വരുന്ന റിസൾട്ട് ഓവറായിട്ട് തോന്നിക്കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾക്ക് ഇവിടെ ജനറേറ്റ് കൊടുക്കുമ്പോൾ അടുത്ത വേറൊരു സെക്ഷൻ വീണ്ടും ഇതുപോലെ ചെയ്തു തരും. ഞാനിപ്പോൾ ഇതിൽ തന്നെ ചെയ്യാൻ പോവുകയാണ്. ഇത് ചെയ്തു വന്ന ശേഷം നിങ്ങൾക്ക് ഇവിടെ ലെയറിൽ വന്നു കഴിഞ്ഞാൽ വേറൊരു ലെയറായിട്ട് ഇത് ക്രിയേറ്റ് ആയി കിടക്കുന്ന കാണാം. അപ്പോൾ നമ്മളത് ഒന്ന് ഓഫ് ചെയ്ത് നോക്കിയേ. ഇതായിരുന്നു ഒറിജിനൽ. ഇതിപ്പോൾ അവർ ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുള്ള AI ഇമേജാണ്. ഇനി സിമ്പിളായിട്ട് ഈ ഒരു ലെയർ സെലക്ട് ചെയ്തിട്ട് തൊട്ട് മുകളിലുള്ള ഒപ്പാസിറ്റിയിൽ ശകലം ഒന്ന് കട്ട് ചെയ്യുക. എന്നിട്ട് അതുപോലെ തന്നെ തൊട്ട് താഴെയുള്ള ഫില്ലുണ്ടല്ലോ അതും ശകലം ഒന്ന് കട്ട് ചെയ്യുക. ഞാനൊരു ശകലേ കുറയ്ക്കുന്നുള്ളൂ കേട്ടോ. ഓക്കെ, മതി. ഇത്രയും കുറച്ചപ്പോൾ ആ ഒരു ഇമേജ് നല്ലൊരു ഫീലിലോട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇത് ഓഫ് ചെയ്ത് കാണിച്ചു തരാം. ഇതിങ്ങനെ ഇരുന്ന ഇമേജാണ്. നമ്മളല്ല AI അതിനെ കളർ ഗ്രേഡ് ചെയ്ത് ഇങ്ങനെ ആക്കി തന്നു. കണ്ടല്ലോ. അപ്പോൾ ഇത്രയും വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ AI തന്നെ ഇത് ചെയ്തു തരും. നിങ്ങളുടെ ക്വാളിറ്റി നോക്കിക്കോളൂ. ക്വാളിറ്റി ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് ഞാൻ സൂം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഓഫ് ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. ഒരു പൊടി അത് നമ്മൾ നല്ല രീതിയിൽ ഇങ്ങനെ സൂം ചെയ്താലേ നമുക്കത് മനസ്സിലാവൂ. നമുക്കൊരു സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഫോട്ടോ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്താൽ മതി. ഭയങ്കര സിമ്പിളാണ്. ഞാനിത് കൂടുതലായിട്ട് റെക്കമെൻഡ് ചെയ്യില്ല. കാരണം നമ്മളൊരു ആൽബം ഡിസൈനിങ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ക്വാളിറ്റിയിൽ കുറച്ച് പ്രാധാന്യം കൊടുക്കണം. അപ്പോൾ ക്വാളിറ്റി ഒന്ന് നമ്മൾ സൂം ചെയ്ത് നോക്കുക. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ക്വാളിറ്റി മാറിയിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് അത് ചെയ്യുക. കൂടുതലും ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. പക്ഷേ നമുക്ക് ഒരു സോഷ്യൽ മീഡിയയിൽ ഇടുമ്പോഴോ അല്ലെങ്കിൽ അർജൻറ്റായിട്ട് നമ്മളൊരു വർക്ക് കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് പെട്ടെന്ന് സോഷ്യൽ മീഡിയ ഇടാൻ കുറച്ച് ഫോട്ടോസ് വേണം, അത് കളർ ഗ്രേഡ് ചെയ്യാൻ സമയമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ സിമ്പിളായിട്ട് ചെയ്യാവുന്നുള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.